ഹലോ സുജയ്, സുജയ് ഇവിടെ ഇല്ലയോ? ആ ഗൗരിയോ വാ അകത്തോട്ട് വാ. സുജയ് ഉണ്ടായിരുന്നു ഇവിടെ. അതെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മക്കളെ പുറത്ത് പോയിരിക്കും, അവര് വരി വന്ന് കാണുകയും ചെയ്യാമല്ലോ. ഗൗരി എന്താ അവരോടെ പോകാഞ്ഞത്? അത് പിന്നെ ഞാൻ പുറത്ത് പോകാഞ്ഞത് എനിക്ക് വീട്ടിൽ ഒത്തിരി ജോലിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്ന നാൾ തൊട്ട് ഞാൻ വിചാരിക്കുക നിങ്ങളടുത്ത് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്യണമെന്ന്. പക്ഷെ വീട്ടിലെ ജോലി കാണണോ മക്കളെ നോക്കണോ കാരണം ഒന്നും പറ്റുന്നില്ല. എനിക്കും ഗൗരിയുടെ മുമ്പോട്ട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ്. അത് പിന്നെ സുജ അങ്ങോട്ടൊന്നും വരണ്ട. അവിടെ മോൾ എപ്പോഴും പറയും നാട്ടിലെ കൂട്ട് അയലോകം കയറി നടക്കാനും നുണയും കുതിയും പറയാനും ഒന്നും ഇവിടെ പറ്റില്ല, ഇവിടെ മാന്യന്മാർ താമസിക്കുന്നതാണെന്ന്. പിന്നെ അവിടെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത ഒരു മോളുണ്ട്, അതിൻ്റെ രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതുങ്ങളെ വെച്ചോട് ഭയങ്കര പാടാണ്. എല്ലാം വികൃതി കുട്ടന്മാരാ, ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് പാടാണ്. ഗൗരിയുടെ മോനും ഭാര്യയും കുഞ്ഞുങ്ങളും ഇല്ലത്. ആ എന്റെ മോനാ, എന്റെ ഒരേ ഒരു മോനാ സുജയ്. ഗൗരിയുടെ ഭർത്താവ് എവിടെ? നാട്ടിലാണോ? ഭർത്താവ് എന്റെ മോന്റെ കുഞ്ഞിലേ മരിച്ചു പോയതാ. ഇന്ന് ഞാൻ ഈ ലോകത്തെ വീടുകളിലൊക്കെ വീട്ടുവേല ചെയ്തും ഒക്കെ എന്റെ കുഞ്ഞിനെ വളർത്തിയത്. അവൻ പഠിക്കാൻ മിടുക്കനായിരുന്നു, നല്ല പഠിച്ചു, മിടുക്കനായിട്ട് പഠിച്ച് ജോലി നേടി. അവൻ്റെ കൂടെ പഠിച്ച കൊച്ചാ അവന്റെ ഭാര്യയെ. അവന് വലിയ വീട്ടിലെ കൊച്ചാ. അവർക്ക് വന്നനാൾ തൊട്ട് എനിക്ക് അത്ര പിടുത്തമൊന്നുമല്ല. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇല്ലയോ? അയ്യോ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ആ മോൾ എപ്പോഴും പറയും എനിക്ക് വൃത്തിയില്ല, പേരില്ല എന്നൊക്കെ. ആഹാരം ഉണ്ടാക്കുന്നത് കൊള്ളത്തില്ലെന്ന് പറയും, മക്കളെ നോക്കത്തില്ല, മക്കളെ വൃത്തിയായിട്ട് നോക്കത്തില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാ അവരെന്നെ പുറത്ത് കൊണ്ടുപോകാത്തതേ. ഇതൊരു കാര്യമുണ്ട്, അവര് പുറത്തുനിന്ന് കഴിച്ചിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് പിന്നെ അത്ര എനിക്ക് ജോലി കുറവുണ്ട്. അതല്ല ഭയങ്കര കാര്യം. എന്നാലും ഗൗരിക്ക് ഇത്രയും വലിയ വിഷമം ഉണ്ടായിരുന്നോ? മോനോടൊന്നും പറയാറില്ലേ? ഞാനിതൊന്നും എന്റെ മോനോട് പറയാത്തില്ല സുജയ്. ഞാൻ എന്തിനാ വേറെ അവനെ കൂടെ വിഷമിപ്പിക്കുന്നത്? അവൻ എന്നോട് ഭയങ്കര സ്നേഹമൊക്കെയാ. പക്ഷെ ഞാൻ അവനോട് കൂടുതൽ സംസാരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഇതൊരു കാര്യം സുജയ് എന്റെ ചങ്കി കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ സുജയോട് ഇത്രയും പറഞ്ഞത്. ഒരിക്കലും അവരാരും അറിയരുത്. ഇല്ല ഗൗരി, ഞാൻ ഇതാരോടും പറയത്തില്ല. അവര് വേറെ സുജയ്, ഞാൻ എന്നാ പോട്ടെ. അല്ല, ഇവിടുത്തെ മോനും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ എന്ത് ചെയ്യും? അത് പിന്നെ അത് മോനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ പുറത്തു പോയിരിക്കുക.